ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ എക്സാംസ്. അപ്പൊ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാമിന് എത്തി അല്ലെ. അപ്പൊ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാമിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് 10 മാർക്കാണ് വരുന്നത്. അതിൽ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും ഒരു 1/4 ഭാഗത്തോളം നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ബേസിക്സ് എന്നുമാണ് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളൊരു കുറഞ്ഞ മണിക്കൂറുകൾ ഇരുന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുകളും ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം മാത്രമേ നമ്മുടെ ഈ ഒരു അപ്ലൈഡ് മെക്കാനിക്സിന്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ, സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും രണ്ടായിട്ട് തന്നെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമുക്ക് വരുന്ന ടോപ്പിക്കുകൾ ഒന്ന് സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഒന്ന് മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഒന്ന് ഫ്രിക്ഷന്, ഒന്ന് ഫോഴ്സസ്, ഈ പറയുന്ന 4 ചാപ്റ്ററുകളാണ്. അപ്പൊ ആ സിലബസിൽ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ടോപ്പിക്സുകളിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന, അതല്ലെങ്കിൽ നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാംസുകളിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു 20 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കമോൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. So here is the first question. So എന്താണ് question? If the two forces each equal to t in magnitude act at right angles, their effect may be neutralized by a third force acting along their bisector in opposite direction whose magnitude will be. ഇവിടെ ക്വസ്റ്റ്യൻസ് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. സോ 2 ഫോഴ്സ് ടി എന്ന് പറയുന്ന 2 ഫോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ആക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ റൈറ്റ് ആംഗിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ടി എന്ന് പറയുന്ന 2 ഫോഴ്സുകൾ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ വരുന്നത്, എന്താണ് നമുക്ക് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ പറയുന്നത്, നമ്മൾ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം നമുക്ക് എന്ത് വരുന്നുണ്ട്, നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിലബസിൽ പറയുന്ന ടോപ്പിക്കിൽ റിസൾട്ടന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ടന്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്ക് റിസൾട്ടന്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും, റിസൾട്ടന്റ് ആർ സികൾ നമുക്കറിയാം 2 ഫോഴ്സുകളാണ് എടുക്കുന്നതെങ്കിൽ p² + q² + 2pq cos θ ആണ് നമ്മുടെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ആണ്. കാരണം ഇത് വെച്ച് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ എക്സാംസുകൾക്കും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. ഓക്കെ അല്ലോ. അതിൽ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് 2 ഫോഴ്സുകളാണ്, അവര് തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പിയും ക്യൂവും തന്നെയാണ്, ടി തന്നെയാണ്. അതുപോലെ അവര് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ t² + 2t × t cos 90 ആണ്. cos 90 നമുക്കറിയാലോ 0 ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2t² √2t² കിട്ടും, which is equal to √2 × t. അതെവിടെയാണ് ആക്ട് ചെയ്യുക, എടോ അത് ആക്ട് ചെയ്ത ഈ റിസൾട്ടന്റ് ആണ് √2 × t. അപ്പൊ നമുക്ക് അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ ആക്ട് ചെയ്യണം, ഇതിന്റെ ബൈസെക്ടറിൽ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യണ്ടേ, അതിന്റെ ബൈസെക്ടറിൽ ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഈ 2 ടീക്ക് പകരമായിട്ട് അതിന്റെ റിസൾട്ടന്റ് എന്താ ആക്ട് ചെയ്യുന്നു, √2t ആക്ട് ചെയ്യുന്നു. അപ്പൊ അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതേ ഫോഴ്സ് നമ്മൾ കൊടുക്കണം, √2 × t എന്ന് പറഞ്ഞ്. അതെത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, വായിച്ചു നോക്ക്. If 2 forces each equal to t, magnitude act at right angles, their effect may be neutralized by a third force acting their bisector in opposite direction, then its magnitude എന്തായിരിക്കണം, √2t. അപ്പൊ നമ്മുടെ ആൻസറിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല, √2t എന്ന് പറയുന്നത്. സോ എന്താണ് √2 എന്ന് പറഞ്ഞാൽ 2.5 t. അത് ആൻസർ ഉണ്ടല്ലോ. ഏതാണ് നമ്മുടെ ആൻസർ വരിക, സി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. 1 kilogram ഫോഴ്സ് is equal to, എന്താണ് 1 kilogram ഫോഴ്സ് എന്ന് പറഞ്ഞാല് 9.81 ന്യൂട്ടൺ. നമ്മൾ ഇത് ഏത് യൂണിറ്റ് ആണ്, ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ MKS യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെ. MKS യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഇതിന് നമ്മളൊരു പേരും പറയുന്നത് എന്താണ്, ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് എന്നും കൂടെ
കൂടെ നമ്മൾ പറയും, ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്നും കൂടെ പറയും. അപ്പൊ ഈ ഒരു കൺവേർഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുപോലെ നമുക്ക് CGS യൂണിറ്റ് വരുന്നതാണ് ഏത്, ഫോഴ്സിന്റെ CGS യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഡൈൻ എന്ന് പറയുന്നത്. അതിന്റെ കൺവേർഷൻ പറയാലോ, 1 ഡൈൻ is equal to എത്രയാണ്, 10⁻⁻5 ന്യൂട്ടൺ. 1 ഡൈൻ is equal to 10⁻⁻5 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. നമ്മളോട് ചോദിക്കുന്നതാണ് 1 ഡൈൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്. നമുക്കറിയാം ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻, നമുക്ക് എന്ത് കിട്ടും, 10⁻² ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 10⁻5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ കൺവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് എക്സാമ്പിൾസുകൾക്ക് നമുക്ക് ചോദിക്കുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാമിസ് തിയറം ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ. എന്താണ് ലാമിസ് തിയറം എന്നും പഠിച്ചിരിക്കണം. അത് എവിടെയാണ് അപ്ലിക്കബിൾ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ സിലബസിൽ പറയുന്നതാണ്. അപ്പൊ എന്താണ് ലാമിസ് തിയറം പറയുന്നത്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ കൺകറന്റ് ആൻഡ് കോപ്ലാനാർ ആയിരിക്കണം. അതുപോലെ കൺകറന്റ് കോപ്ലാനാർ ആയിരിക്കണം. ആൻഡ് ആ 3 ഫോഴ്സും 3 ഫോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ആ 3 ഫോഴ്സും എത്ര ഫോഴ്സ് ആണ്, 3 ഫോഴ്സ്. ആ 3 ഫോഴ്സും എന്തിലും ഈക്വിലിബ്രിയത്തിലും ആയിരിക്കണം. അപ്പൊ ഞാൻ 3 ഫോഴ്സ് എടുക്കുന്നു. ഏതാണ്, PQR എന്ന് പറയുന്ന 3 ഫോഴ്സ്. ഈ 3 ഫോഴ്സ് എന്തായിരിക്കണം, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ആ 3 ഫോഴ്സും കൺകറന്റ് ആൻഡ് കോപ്ലാനാർ ഫോഴ്സുകളായിരിക്കണം. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്, ആ 3 ഫോഴ്സും ഈക്വിലിബ്രിയത്തിലുമാണെന്നുണ്ടെങ്കിൽ എന്താണ് ലാമിസ് തിയറം പറയുന്നതോ, എന്താണ് ലാമിസ് തിയറം പറയുന്നത്, ലാമിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ലാമിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു. സൈൻ ഓഫ് ദി SY നമ്മൾ സൈനെ കോസ് എന്ന് പറയുന്ന സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി അതർ ടു ഫോഴ്സസ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആംഗിൾ കൊടുക്കുകയാണെങ്കിൽ പീക്ക് ഓപ്പോസിറ്റ് ഞാൻ ആൽഫ കൊടുത്തു, PQR അല്ല, ക്യൂക്ക് ഓപ്പോസിറ്റ് ഞാൻ ബീറ്റ കൊടുത്തു, ആറിന് ഓപ്പോസിറ്റ് ഞാൻ ഗാമ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താ ലാമിസ് തിയറം പറയുന്നത്, ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ അതർ ടു. അതായത് P പ്രൊപ്പോർഷണൽ ടു സൈൻ ആൽഫ, Q പ്രൊപ്പോർഷണൽ ടു സൈൻ ബീറ്റ, R പ്രൊപ്പോർഷണൽ ടു സൈൻ ഗാമ. അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി ഒന്നും കൂടെ എഴുതാണ്. നമുക്ക് എന്ത് എഴുതാം, അക്കോർഡിംഗ് ടു ലാമിസ് തിയറം P ബൈ സൈൻ ആൽഫ ഈക്വൽ ടു Q ബൈ സൈൻ ബീറ്റ ഈക്വൽ ടു R ബൈ സൈൻ ഗാമ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. നമുക്ക് ഇത് വെച്ച് സിമ്പിൾ ന്യൂമറിക്കൽ ഒക്കെ ചോദിക്കാം. അപ്പൊ ലാമിസ് തിയറം ഒബേ ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് തന്ന 3 ഫോഴ്സും കൺകറന്റ് ആൻഡ് കോപ്ലാനാർ ആയിരിക്കണം. അതുപോലെ ആ 3 ഫോഴ്സും എന്തിലായിരിക്കണം, ഈക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പൊ ഏതാ നമ്മുടെ ആൻസർ വരിക, ലാമിസ് തിയറം ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ്. ക്ലിയർ ആണല്ലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫോഴ്സസ് ആർ കോൾഡ് കൺകറന്റ്. എപ്പോഴാണ് നമ്മൾ കൺകറന്റ് വരുന്നത്, ഒരേ പോയിന്റിലൂടെ നിങ്ങളുടെ ഫോഴ്സുകൾ, നിങ്ങളൊരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളൊക്കെ ഒരേ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത്, കൺകറന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ എന്താ കൊളീനിയർ, ഒരേ ലൈനിലൂടെ നമുക്ക് തന്ന എല്ലാ ഫോഴ്സുകളും ഒരേ ലൈനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, കൊളീനിയർ എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സുകളും ഒരൊറ്റ പ്ലെയിനിലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിച്ചു, നമ്മൾ അതിനെ പേരിട്ട് വിളിച്ചു കോപ്ലാനാർ എന്ന് വിളിച്ചു അല്ലെ. നമ്മൾ അതിനെന്ത് പേരിട്ട് വിളിച്ചു, നമ്മൾ കോപ്ലാനാർ എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ ഏതാണ്, ഫോഴ്സസ് ആർ കോൾഡ് കൺകറന്റ് ആണ് നമ്മളോട് ചോദിച്ചത്. എപ്പോഴാണ് കൺകറന്റ് വരുന്നത്, ആ തന്ന എല്ലാ ഫോഴ്സും എന്ത് ചെയ്യണം, ഒരൊറ്റ സിംഗിൾ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതാണെങ്കിലാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, കൺകറന്റ് എന്ന് പറയുന്നത്. സിംഗിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് അല്ലെ, സിംഗിൾ പോയിന്റ്. 1 പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സിംഗിൾ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സുകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, നമ്മൾ കൺകറന്റ് ഫോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th one. The forces whose line of action lies in the same plane and meeting at one point. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്, ഒരൊറ്റ പ്ലെയിനിലുമാണ്. ഒരൊറ്റ പ്ലെയിനിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, കോപ്ലാനാർ എന്ന് പറയും അല്ലെ. ഒരൊറ്റ പ്ലെയിനിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒരൊറ്റ പ്ലെയിനിലാണ് നമ്മുടെ ഫോഴ്സുകൾ എങ്കിൽ നമ്മൾ കോപ്ലാനാർ എന്ന് പറയും. ആൻഡ്
അല്ലെ, ഊസ് ലൈൻ എന്നൊക്കെ ശ്രദ്ധിച്ചു വായിക്കണം. ഈ ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടോട്ട് മാറിയാൽ നമ്മൾ ആൻസർ തെറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, ഊസ് ലൈൻ ഓഫ് ആക്ഷൻ, ലൈ എന്നാണ്, ഡസ് നോട്ട് ലൈ എന്നല്ല. ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ കോപ്ലാനർ ആൻഡ് മീറ്റിംഗ് അറ്റ് വൺ പോയിന്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ് മീറ്റിംഗ് അറ്റ് വൺ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഏത് പറഞ്ഞു, കൺകറന്റ് എന്ന് പറഞ്ഞു, കൺകറന്റ്. അപ്പൊ ഏതാണ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് അല്ലെ. ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ ആൻഡ് മീറ്റിംഗ് ഇൻ വൺ പോയിന്റ് ഏതാണ് കോപ്ലാനാർ കൺകറന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6. Which of the following forces can be resultant force of a 150 and 1050? അപ്പൊ ഇതൊരു ചെറിയ ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ചെയ്ത് പഠിച്ചവർക്ക് ചെറിയ ട്വിസ്റ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? എന്താണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്? രണ്ട് ഫോഴ്സുകളുണ്ട്. ഞാൻ പറയുന്നു പി എന്ന് പറയുന്നത് ഒരു 150 ന്യൂട്ടണും ക്യൂ എന്ന് പറയുന്നത് 1050 ന്യൂട്ടൺ എന്ന് പറയുന്ന രണ്ട് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്ന 4 ഓപ്ഷനുകളിൽ അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് വരാത്ത ഫോഴ്സ് ഏതെന്നാണ് ചോദിച്ചത്. ഈ തന്ന 4 ഓപ്ഷനുകളിൽ റിസൾട്ടന്റ് വരാത്തത്. അപ്പൊ നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, ഒരു ബോഡിയിലുള്ള അല്ലെ, ഒരു ബോഡിയിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മാക്സിമം റിസൾട്ടന്റ് എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂവും അവിടെ വരുന്ന ഏറ്റവും മിനിമം റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും, പി മൈനസ് ക്യൂ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ റിസൾട്ടന്റും എന്തെന്റെ ആയിരിക്കും, ഇതിന്റെ ഇടയിലായിരിക്കും, ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് വരുന്നത്, ബാക്കിയുള്ള എല്ലാ റിസൾട്ടന്റും വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പി പ്ലസ് ക്യൂം പി മൈനസ് ക്യൂ നോക്കിയാൽ പോരെ. പി പ്ലസ് ക്യൂ എന്താ കിട്ടുക, 1050 പ്ലസ് 150 ഈക്വൽ ടു 1200 ന്യൂട്ടൺ കിട്ടും. എന്താണ് പി മൈനസ് ക്യൂ? അപ്പൊ ഞാൻ ക്യൂ മൈനസ് ക്യൂ എടുക്കുന്നു. നമ്മൾ വലുത് ഏതായാലും കുഴപ്പമില്ല, എങ്ങനെ എടുക്കാം. ക്യൂ മൈനസ് പി എന്താ വരെ, ക്യൂ മൈനസ് പി 1050 മൈനസ് 150 വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടുക, 1050 1000 100 പോയി പിന്നെ 900 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോ നമ്മളെ ബോഡിയിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റുകൾ ഈ പറഞ്ഞ രണ്ടിന്റെയും ഇടയിലേ വരും. ഇതിന്റെ രണ്ടിന്റെ സമ്മിന്റെയും ഡിഫറൻസിന്റെ ഇടയിലേ വരും. സോ നമുക്ക് ഓരോ വാല്യൂസ് നോക്കാം. 1050 വരാം, കാരണം അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കേട്ടോ, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്. അതായത് ഉദ്ദേശിച്ചത് ആ ബോഡിയിൽ വരുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ആയിരിക്കും. അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് ക്യൂ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട്. അപ്പൊ ഏത് വരാം, 1050 വരൂലേ, വരും. 1050 വരാം. 950 ഇതിന്റെ ഇടയിൽ വരുന്നതല്ലേ, ആണ്. 1000 ഇതിന്റെ ഇടയിൽ വരുന്നതല്ലേ, ആണ്. പക്ഷെ ഏതല്ല, 850 എന്ന് പറഞ്ഞാൽ 900-ലും കുറവാണ്. അതൊരിക്കലും എന്ത് ചെയ്യൂല, അതിന്റെ ഇടയിൽ വരൂല. അപ്പൊ എന്താണ്, ഈ രണ്ട് ഫോഴ്സുകൾ വെച്ചിട്ട് ഏതൊക്കെ, 150 ന്യൂട്ടണും 1050 ന്യൂട്ടണും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാക്കാൻ പറ്റൂല, 850 ന്യൂട്ടൺ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ആൻസർ ഏതാണ് വരിക, 850 ന്യൂട്ടൺ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. Consider the following statement about center of gravity. Center of gravity വെച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് നോക്കാം. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ എല്ലാ പ്ലെയിൻ ഏരിയാസിന്റെതും ട്രയാങ്കിള്, റെക്ടാങ്കിള്, സർക്കിള്, എമി സർക്കിള്, സെമി സർക്കിള്, അതുപോലെ ഹെമിസ്ഫിയർ, കോണ്, ഓക്കെ, ട്രപ്പിസോയിഡ്, സിലിണ്ടർ. അപ്പൊ ഇതിന്റെ ഒക്കെ സി ജി സെന്റർ ഓഫ് ഗ്രാവിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്യണം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതാണ്. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ ലൊക്കേറ്റഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ബൈസെക്ടർ ഓഫ് ആംഗിൾ. തെറ്റാണ്. കാരണം നമ്മൾ എന്താ പഠിച്ചുള്ളത്, സി ജി എന്ന് പറയുന്നത് ബൈസെക്ടർ ഓഫ് ആംഗിൾ അല്ല, അതിന്റെ മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അല്ലെ. നമ്മളെ ട്രയാങ്കിൾസിന്റെ ഓരോ ഇതിലുള്ള മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ദ സി ജി ഓഫ് എ സെമി സർക്കിൾ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4r/3π. കറക്റ്റ് ആണ്. സെമി സർക്കിളിന്റെ അതിന്റെ സെന്ററിന് 4r/3π ആണ്. സി ജി ഓഫ് എ പ്ലെയിൻ ലാമിന ഈസ് നോട്ട് അറ്റ് ഇറ്റ്സ് ജോമെട്രിക്കൽ സെന്റർ ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. കറക്റ്റ് ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ല, എന്തല്ല, ജോമെട്രിക് സെന്റർ അല്ല, പകരം എന്താണ്, രണ്ട് സൈഡിലും ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ബേസിൽ നിന്നും ഹൈറ്റിൽ നിന്നും എന്താണ് 1/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പൊ അതും കറക്റ്റ് ആണ്. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻസുകളെ പി എസ് സിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോ കറക്റ്റ് ആണോ നോട്ട് കറക്റ്റ് ആണോ, കറക്റ്റ് ആണോ റോങ് ആണോ ചോദിച്ചിട്ടുള്ളത് നോക്കണം. ഇവിടെ റോങ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നോട്ട് കറക്റ്റ് ഏതാ, ഒന്ന് മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. അപ്പൊ ഏതാ ആൻസർ വരിക, വൺ ഓൺലി. ഓക്കെ. അപ്പൊ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ട്രയാങ്കുലാർ സെക്ഷന്റെ കേസിൽ നമ്മൾ 3 എണ്ണാണ് പറയുന്നത്. അതിന്റെ ബേസിലൂടെ പോകുന്നതാണെങ്കിൽ ഏതാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, BHQ/12 എന്നും, അതിന്റെ സെൻട്രോയിലൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ BHQ/36 എന്നും, അതിന്റെ ഒരു വേർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ BHQ/4 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ട്രയാങ്കുലാർ സെക്ഷൻ വിത്ത് ബേസ് B and height H about an axis
പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. ഏതാണ് സെൻട്രോയിഡൽ ആക്സ്? ഇതല്ലേ സെൻട്രോയിഡൽ ആക്സ്. സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? bh³/36. bh³/36. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതായത് ഈ ട്രയാങ്കിളിന്റെ ബേസ് എച്ചും ട്രയാങ്കിളിന്റെ ബേസ് ബിയും ഹൈറ്റ് എച്ചും ആണെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ എടുക്കാം? ഈ പറഞ്ഞ ഇക്വേഷൻസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. നമുക്ക് ഒരുപാട് എക്സാംസുകൾക്ക് ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓഫ് എ സെമി സർക്കിളിന്റെ അല്ലെ റേഡിയസ് 10 സെന്റിമീറ്റർ. നമ്മളിപ്പോ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്താണ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്? 4r/3π ആണ് സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ളത്, വിച്ച് ഇസ് ഈക്വൽ ടു 4 × 10. അപ്പൊ ആൻസറും സെന്റിമീറ്ററിലായതൊന്ന് മാറ്റണ്ട, /3π. അതായത് 40/3.3.14. നമുക്കറിയാം 40/3 × 3.14 എന്ന് പറഞ്ഞാൽ 9 പോയിന്റ് സംതിങ് വരും. 40/10 ആണെങ്കിൽ 4 ആണ്. സോ 9 പോയിന്റ് ആയതുകൊണ്ട് 4നേക്കാളും കുറച്ച് കൂടിയൊരു വാല്യൂ. ആൻസറിലോട്ട് നോക്കുമ്പോൾ ഏതാണുള്ളത്? 4.24 സെന്റിമീറ്റർ. 4.24 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10. The moment of inertia of a lamina is also called. നമ്മൾ എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാല്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് മൊമെന്റ് ഓഫ് അല്ലെ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് എടുക്കുന്നെങ്കിൽ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ, ഓർ അതല്ലെങ്കിൽ നമ്മൾ ഒരു പേരും കൂടെ പറയും, എന്താണ്? മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ വരാം, മൊമെന്റ് ഓഫ് ഏരിയ. സോ ഫസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല, ഡയറക്റ്റ് നമ്മൾ എടുക്കുന്ന മൊമെന്റ് ആണ് അല്ലെ. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് മൊമെന്റ്, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ് സെക്കൻഡ് മൊമെന്റ്. അതാണ് ഏത് എന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ബി ആണ് വരിക, സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ. Question number 11. Pick up the incorrect statement from the following. ഏതാണ്? The CG of the circle is it at center. Correct അല്ലേ? ആണ്. The CG of triangle is at the intersection of the medians. Correct അല്ലേ? ആണ്. The CG of the rectangle is at the intersection of its diagonal. Correct അല്ലേ? ആണ്. ഒരു റെക്ടാംഗിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ കാരണം? അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ അതും കറക്റ്റ് ആണ്. The CG of the semicircle is at a distance of r/2 from the center. തെറ്റല്ലേ? നമ്മൾ പറഞ്ഞു ഏതാണ്? സെമി സർക്കിളിന്റെ കേസിൽ CG എന്ന് പറയുന്നത് എന്താണ്? 4r/3π ആണല്ലേ, നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ തെറ്റായിട്ടുള്ളത് ഡി ആണ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഡി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Then question number 12. The moment of inertia of a rectangular section above the base is twice the moment of inertia about the centroidal axis, 3 times moment of inertia of the centroidal axis, 4 times the moment of inertia of the centroidal axis. അപ്പൊ നമുക്ക് രണ്ടിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. So here I am taking a rectangle. അതിന്റെ സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ഇതിന്റെ വിഡ്ത്ത് ഞാൻ ഡിയും അല്ലെങ്കിൽ ഇതിന്റെ ഡെപ്ത് ഡിയും വിഡ്ത്ത് ബിയും എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ആക്സിന് അബൌട്ട് ആയിട്ടുള്ള ഏതാണ്? BD³ ആണ് അല്ലെ, 12 ആണ്. ഇനി നമ്മൾ ഇതാ ഈ ബേസിലൂടെ ഒരു ആക്സിസ് എടുക്കുകയാണെങ്കിൽ അതിന് അബൌട്ട് ആയിട്ടുള്ള ഏതാണ്? BD³ ആണ്. ക്ലാസ് പറയുന്നതാണ് അല്ലെ. സോ അപ്പൊ നമുക്ക് പറയാം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ബേസ് അബൌട്ട് ദി ബേസ് എത്രയാണ്? BD³ അല്ലേ. അത് മറ്റേന്റെ എത്രയാണെന്നാണ് ചോദിച്ചുള്ളത്. സോ മറ്റേത് എത്രയാണ്? മറ്റേ നമുക്കറിയാം BD³12 ആണ്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് BD³ കിട്ടുക. നോക്ക് നിങ്ങള്, BD³4 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് BD³3 കിട്ടുക. അതായത് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ 4 ടൈംസ് ആണ് ഏത് എന്ന് പറയുന്നത്? ബേസിലൂടെയുള്ള ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരിക? ഇറ്റ് ഈസ് നമുക്ക് ഏത് പറയാം? 4 times the moment of inertia about the centroidal axis. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാന് 2 ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ടൈംസ് ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. Then question number 13. സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. The CG of ഏതിന്റെ ആണ്? റൈറ്റ് സർക്കുലാർ സോളിഡ് കോൺ. അപ്പൊ കോണിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു
ഹോളോ കോൺ ആണെങ്കിൽ നമ്മൾ എത്രയാണ് പറയുന്നത്, അതിന്റെ ബേസിൽ നിന്നും എത്രയാണ് h/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ CG എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോളിഡ് കോൺ ആണ്. സോളിഡ് കോണിന്റെ കേസിൽ എന്താ പറയുന്നത്, ഒന്നും കൂടെ താഴോട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ CG എന്ന് പറയുന്നത് h/4 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സോളിഡ് കോൺ ആണ്. ഏതാണ്, സോളിഡ് കോൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരിക, C ആണ് വരിക, h/4 ആണ് വരിക. സിമ്പിൾ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 14, ദ യൂണിറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞ സെക്കൻഡ് മൊമെന്റ് ആണെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഏരിയയുടെ ഒരു മീറ്റർ സ്ക്വയർ ആണ്, ഡിസ്റ്റൻസ് സ്ക്വയറിന്റെ മീറ്റർ സ്ക്വയർ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്താം, m/4 ആണ് ഏത് എന്ന് പറയുന്നത്, ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ്. ഇനി മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിലോ, മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ അതാണ് ചോദിക്കുന്നതെങ്കിൽ, മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യണം, കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആൻസർ ചെയ്യണം. അപ്പൊ ഇവിടെ എന്തായാലും വേറെ കിലോഗ്രാമിലൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ് വരിക, m/4 ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 15, ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ ഒക്കെ നമുക്ക് ഒരുപാട് എക്സാംസുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ നമ്മുടെ ഹെമിസ്ഫിയറിന്റെ CG എന്ന് പറയുന്നത് അതിന്റെ വെർട്ടിക്കൽ ആക്സിസിൽ എത്രയാണ്, 3r/8 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വരിക. എത്രയാണ് വരിക. അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് പഠിച്ചു വെച്ചില്ലെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു പോയാൽ നമുക്ക് എക്സാമിനോട് ഈ ഓപ്ഷൻസുകളൊക്കെ ഡൗട്ട് വരും. കാരണം എല്ലാത്തിലും 8, 3, 6 ഉണ്ട് അല്ലെ. നമ്മളിങ്ങനെ കിളി പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും എക്സാമിന്. നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന, വീട്ടിലിരുന്ന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് പഠിക്കുന്ന മെന്റാലിറ്റിയിൽ ഒന്നും ആയിരിക്കൂല. എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ള പേടി ഉണ്ടാവും. അപ്പൊ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഇതാ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ടേംസുകൾ അങ്ങോട്ടോട്ട് മാറ്റി തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാം. അപ്പൊ അത് കൺഫ്യൂഷൻ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം, മാക്സിമം ടെസ്റ്റ് സീരീസുകൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം, മാക്സിമം ടെസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഡൗട്ട് തരിക, 3r/8 ആണ് നമ്മുടെ ഹെമിസ്ഫിയറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16, ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് നമുക്ക് മെക്കാനിക്സിൽ വരുന്നത്, ജൂനിയർ ഇൻസ്ട്രക്ടറിൽ. ദെൻ നമ്മൾ ഏത് പറഞ്ഞു, നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ, സെന്റർ ഓഫ് ഗ്രാവിറ്റി. അടുത്ത വരുന്നതാണ് ഫ്രിക്ഷനിൽ വരുന്ന ക്വസ്റ്റൻസുകൾ. ഓക്കെ, നോക്ക് നിങ്ങളെ, സിമ്പിൾ ക്വസ്റ്റൻസുകളാണ് ഫ്രിക്ഷനിൽ ചോദിക്കുക. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രിക്ഷന്റെ ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ വരക്കുക, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്, ലീനിയർ ആയിട്ട് വരുന്നു, ചെറുതായിട്ട് ചെറിയുന്നു, പിന്നെ എങ്ങനെ പോകുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ അങ്ങോട്ട് യെല്ലോയിൽ മാർക്ക് ചെയ്താണ് ഡൈനാമിക് ഫ്രിക്ഷൻ. അപ്പൊ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ആ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, നമ്മൾ റെസ്റ്റിൽ വെക്കുന്ന ബോഡി, ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യുന്നു, ഇപ്പൊ ഈ ബോഡി ഇങ്ങനെ വെക്കുന്നു, ഇത് പ്രസ്സിലാണ്, ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒന്നും കൂടെ ഫോഴ്സ് കൂട്ടിയും കൊടുത്തപ്പോൾ ഇത് ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങി അല്ലെ. ആ ബോഡി ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായിരിക്കും രണ്ട് സർഫസുകൾ തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അതിനെ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്ത് എന്ന് പറയുന്നത്, ഡൈനാമിക് ഫ്രിക്ഷൻ. അതും നമുക്ക് ചോദിക്കുന്നതാണ്, ഡൈനാമിക് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദ ഫ്രിക്ഷൻ ദാറ്റ് എക്സ്പീരിയൻസസ് വെൻ ദ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഓവർ ദി സർഫസ്. ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തുള്ള ഫ്രിക്ഷൻ ആണ് ഇത്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 17, the ratio of the static friction to dynamic friction. എന്താണ് പറയുന്നത്, ഞാനിപ്പോ പറഞ്ഞു അല്ലെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ ഡൈനാമിക് ഫ്രിക്ഷൻ ആണോ വലുത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏത് റേഷ്യോ ആണ്, സ്റ്റാറ്റിക് ടു ഡൈനാമിക് ആണ് ചോദിച്ചത്. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എപ്പോഴും വലുത് വരിക. സോ വലുത് ഡിവൈഡ് ബൈ ചെറുത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 8 ഉണ്ടാവുള്ളൂ. സോ 10/8 തന്നെ 1-നേക്കാളും കൂടുതലല്ലേ. സോ നമുക്ക് എന്ത് ആൻസർ പറയാം, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം അല്ലെ. കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് എപ്പോഴും എന്ത്, ഗ്രേറ്റർ ആയിട്ടുള്ളത്, എപ്പോഴും ലാർജർ എന്ന് പറയുന്നത് എന്താ, ഏതൊരു കേസിലെടുത്താലും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റേഷ്യോ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18,
The angle of inclination of the plane at which the body begins to move down in a plane. നമ്മൾ ഇവിടെ ഒരു ബോഡി വെച്ചാല് ആ ബോഡി ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അതല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ആംഗിൾ ഓഫ് റീപോസ് വരും. ഇനി ആംഗിൾ ഓഫ് റീപോസ് എന്തിനോട് ഈക്വൽ ആണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷനോട് ഈക്വൽ ആയിരിക്കും. അതെന്തിനോട് ഈക്വൽ ആണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനോട്. അപ്പൊ ഇവർ മൂന്ന് പേരും കസിൻസ് ആണ് അല്ലെ? കാരണം അവർ മൂന്ന് പേരും റിലേഷൻ ഉണ്ട്. സോ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആൽഫ എന്ന് പറയുന്നത്, സോറി ആംഗിൾ ഓഫ് റീപോസ് ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈനോട് ഈക്വൽ ആണ്. അതുപോലെ അതെന്തിന് ഈക്വൽ ആണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂനോട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനോടും ഈക്വൽ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. ഫ്രിക്ഷൻ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ. അപ്പൊ നമ്മൾ പറയുന്നത് ഫ്രിക്ഷൻ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ ബോഡിയുടെ വെയിറ്റിനെയും അതുപോലെ അതിന്റെ സർഫസ് കണ്ടീഷനെയും. എന്തിനോടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിനോടാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്? ഏരിയ ഓഫ് കോണ്ടാക്ടിന് ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? പിന്നെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? ആ നേച്ചർ ഓഫ് ദി സർഫസും നമ്മുടെ ബോഡിയുടെ വെയിറ്റും. നേച്ചർ ഓഫ് ദി സർഫസും നമ്മുടെ ബോഡിയുടെ വെയിറ്റും. അപ്പൊ ഇവിടെ ചോദിച്ചുള്ള ഏതാ? ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻഡിപെൻഡന്റ് ഓഫ്. ഏതിനാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്? ഏരിയ ഓഫ് കോൺസ്റ്റന്റ് സർഫസ് അല്ലെ? ഏരിയ ഓഫ് ദി കോണ്ടാക്ട് സർഫസ് ആണ്, കോൺസ്റ്റന്റ് അല്ല, കോണ്ടാക്ട് സർഫസ്. ഓക്കെ, ഏരിയ ഓഫ് ദി കോണ്ടാക്ട് സർഫസ് ആണ്. മാസ്, കാരണം വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ മാസും ഡിപ്പെൻഡ് ചെയ്യും. നേച്ചർ ഓഫ് ദി സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20. Question number 20. Coefficient of friction is the, എന്താണ് coefficient of friction? Angle between normal reaction and the resultant of normal reaction and the limiting friction. ഇത് എന്തിന്റെയാണ്? ഇത് ആംഗിൾ ഓഫ് ഫ്രിക്ഷന്റെ ഡെഫിനിഷൻ ആണ്. റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ടു നോർമൽ റിയാക്ഷൻ. ഇതാണ് എന്ത് എന്ന് പറയുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ റേഷ്യോ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഇൻ ദ ബോഡി ജസ്റ്റ് അബൌട്ട് ടു മൂവ്. അത് നമ്മൾ പറഞ്ഞ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ഇത് നമ്മൾ പറഞ്ഞ എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. ദെൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഇൻ ദ ബോഡി ഈസ് ഇൻ മോഷൻ. അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആൻസർ എന്താ? നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരിക? റേഷ്യോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ. അത് അതുപോലെ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സാംസുകൾക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റൻസുകളായിട്ട് വരും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാംസുകൾക്ക് അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിച്ച് ക്വസ്റ്റൻസുകൾ ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയും ടോപ്പിക്കുകൾ മാത്രമാണ് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ വരുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ, അപ്പൊ ഞാൻ എടുത്ത ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റിൽ എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. അതിന്റെ ആൻസറുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വരാൻ പോകുന്ന ഈ ഒരു എക്സാമിൽ നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല റാങ്ക് കിട്ടട്ടെ. പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലിയിൽ നമുക്ക് കയറാൻ പറ്റട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.